നമസ്കാരം. +1 അഡ്മിഷനിലെ കമ്മ്യൂണിറ്റി കോട്ടയാണ് ഇന്നത്തെ വിഷയം. കമ്മ്യൂണിറ്റി കോട്ടയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും ഈ കമ്മ്യൂണിറ്റി കോട്ടയുടെ കുറച്ച് ഡീറ്റെയിൽസ് പറയുകയാണ്. ഇതിൽ നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയുടെ ഇൻ്റർവ്യൂ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ടോ, അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കമ്മ്യൂണിറ്റി കോട്ട എന്താണെന്നൊക്കെ പറയാം. നമുക്കറിയാം, സ്കൂൾ ടൈപ്പ് എയ്ഡഡ് മൈനോറിറ്റി, എയ്ഡഡ് ബാക്ക്വേർഡ് എന്നീ വിഭാഗങ്ങളിലുള്ള സ്കൂളുകളിലാണ് ശരിക്കും കമ്മ്യൂണിറ്റി കോട്ട ഉള്ളത്. എല്ലാ സ്കൂളുകളിലും കമ്മ്യൂണിറ്റി കോട്ട ഇല്ല. പ്രധാനമായിട്ടും ചില പ്രത്യേക ജാതി വിഭാഗങ്ങൾക്ക് മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ട കേരളത്തിൽ ഉള്ളൂ എന്നത് ഒരു സത്യമാണ്. അതിൽ മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്, ഈഴവയുണ്ട്, തീയയുണ്ട്, ജൈന വിഭാഗങ്ങളും ഉണ്ട്. ഇത്രയും കമ്മ്യൂണിറ്റികളിൽ ഉള്ള അല്ലെങ്കിൽ ജാതി വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്കാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം ഉള്ളത്. അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, സാധാരണഗതിയിൽ പറയുമ്പോൾ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഏത് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതാണോ ആ സമുദായത്തിൽപ്പെട്ടവർക്കായിരിക്കും അവിടെ അവിടെ ആ സമുദായത്തിൽപ്പെട്ട രക്ഷിതാക്കളുടെ മക്കൾക്ക്, കുട്ടികൾക്കായിരിക്കും, കുട്ടികളും ആ സമുദായത്തിൽപ്പെട്ടതായിരിക്കുമല്ലോ, അവർക്കാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം കൊടുക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, റോമൻ കാത്തലിക്, ക്രിസ്ത്യൻ വിഭാഗത്തിലെ റോമൻ കാത്തലിക്കിൻ്റെ അധീനതയിലുള്ള ഒരു മാനേജ്മെൻറ്റിലുള്ള ഒരു സ്കൂളിൽ അവിടെ റോമൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടുക. ക്രിസ്ത്യൻ ആയതുകൊണ്ട് പോലും കിട്ടില്ല. ക്രിസ്ത്യൻ ജാക്കോബൈറ്റ് ആണെങ്കിൽ, അല്ലെ ഓർത്തഡോക്സ് ആണെങ്കിൽ അവർക്ക് റോമൻ കാത്തലിക്കിൻ്റെ സ്കൂളിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം കിട്ടില്ല. എന്നാൽ തിരിച്ചാണെങ്കിലോ, ജാക്കോബൈറ്റ് അല്ലെങ്കിൽ ഓർത്തഡോക്സിൻ്റെ ഒരു സ്കൂളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലെ മറ്റ് വിഭാഗങ്ങൾക്ക്, റോമൻ കാത്തലിക് പോലെയുള്ള വിഭാഗങ്ങൾക്കും തിരിച്ചും പ്രവേശനം കിട്ടില്ല. അപ്പോൾ മാനേജ്മെന്റ് ഏത് സമുദായവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്കൂളാണോ അവിടെയാണ് അതിന് കിട്ടുക. ഇപ്പോൾ SNന്റെ സ്കൂള്, ശ്രീനാരായണ സ്കൂള് അല്ലെ SN സ്കൂള് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈഴവ കമ്മ്യൂണിറ്റിക്കും തീയ കമ്മ്യൂണിറ്റിക്കും മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം കിട്ടുള്ളൂ. എന്നാൽ എല്ലാ എല്ലാ SN സ്കൂളുകളിലും എന്തില്ല, കമ്മ്യൂണിറ്റി കോട്ട ഇല്ല. കാരണം SN സ്കൂളുകളിൽ തന്നെ എയ്ഡഡ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കമ്മ്യൂണിറ്റി കോട്ട കിട്ടുള്ളൂ. ഇപ്പോൾ മുസ്ലിം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജർ മുസ്ലിം ആയിരിക്കും. മാനേജർ മുസ്ലിം ആയതുകൊണ്ട് അവിടെ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവണമെന്നില്ല. മറിച്ച് അവിടെ ആ സ്കൂളിന് എയ്ഡഡ് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരം സ്കൂളുകൾ ഒന്നുകിൽ മൈനോറിറ്റി സ്റ്റാറ്റസോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് സ്റ്റാറ്റസോ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ട ആർക്കായാലും കിട്ടുകയുള്ളൂ എന്നതാണ് സത്യം. ഇനി ഗവൺമെന്റ് സ്കൂളിൽ ഇതൊന്നുമില്ല. കമ്മ്യൂണിറ്റി കോട്ടയെ ഗവൺമെന്റ് സ്കൂളില്ല. എന്നാൽ ഗവൺമെന്റ് സ്കൂളിൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ട്. അതിപ്പോൾ വരാനിരിക്കുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പോലും ആ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ട്. അത് ഓരോ കമ്മ്യൂണിറ്റിക്കും നിശ്ചിത ശതമാനം റിസർവേഷനാണ്, കോട്ടയല്ല, നിശ്ചിത ശതമാനം റിസർവേഷനാണ്. ഇപ്പൊ ഈഴവ തീയയ്ക്ക് 8% റിസർവേഷൻ ഉണ്ട്, മുസ്ലിമിന് 7% റിസർവേഷൻ ഉണ്ട്. ആ രീതിയിലാണ് അത് പോകുന്നത്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ 20% സീറ്റുകളിൽ ആണ് ഉള്ളത്. അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ 20% സീറ്റുകളിൽ തോന്നിയ പോലെ നിയമിക്കാൻ, കുട്ടികളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. അതിലൊക്കെ ഗവൺമെന്റിന്റെ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന കാര്യവും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20% സീറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയാം. 60 സീറ്റ് ഉണ്ട് ഒരു സ്കൂളിൽ. സയൻസിന് 60 സീറ്റുണ്ട് എങ്കിൽ അവിടെ കമ്മ്യൂണിറ്റി കോട്ട 12 സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ 12 സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്ന് മാത്രമേ നികത്തുകയുള്ളൂ. അപ്പോൾ 120 സീറ്റുള്ള, ഇപ്പോൾ സയൻസ് ഗ്രൂപ്പിന് 2 ബാച്ചുകളുള്ള സ്കൂളുകളുണ്ട്. അത് 60ന്റെ ബാച്ചുണ്ട്, 50ന്റെ ബാച്ചുണ്ട്, 65ന്റെ ബാച്ചുണ്ട്. പല തരത്തിലാണ് ഈ സ്കൂളുകളിലെ ബാച്ചിലെ കുട്ടികളുടെ എണ്ണം. ചില സ്കൂളുകളിൽ സയൻസിന്റെ 50 കുട്ടികളുള്ള ഒരു ബാച്ച് മാത്രമേ ഉണ്ടാവൂ. ചില സ്കൂളിൽ 50 കുട്ടികളുള്ള 2 ബാച്ച് ഉണ്ടാവും.
ചില സ്കൂളുകളിൽ 60ന്റെ 2 ബാച്ച് ഉണ്ടാവും. ഈ രീതിയിലാണ്. അപ്പോൾ 60ന്റെ 120 സീറ്റുള്ള ഒരു സ്കൂളിലാണെങ്കിൽ സയൻസിൽ ഒരു സയൻസ് എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവിടെ 124 സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയിലാണ് പ്രവേശനം കൊടുക്കുക. 20% എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കൊമേഴ്സിലാണെങ്കിൽ കൊമേഴ്സിൽ 100 സീറ്റ് 120 സീറ്റിൻ്റെ കൊമേഴ്സിലും കിട്ടും. 120 സീറ്റുള്ള കൊമേഴ്സ് ഗ്രൂപ്പിലാണെങ്കിൽ അവിടെയും 24 സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 20% ഉള്ളതിൻ്റെ 20%, അതാണ് കമ്മ്യൂണിറ്റി കോട്ടയിലെ സീറ്റുകളുടെ എണ്ണം. അവിടെ ആകെ എത്ര, ഇപ്പോൾ ടോട്ടൽ നമ്പർ നമുക്ക് പറയാം. ഓരോന്നിനും ഗ്രൂപ്പ് തിരിച്ചാണ് കണക്കാക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ 300 കുട്ടികളുള്ള ഒരു സ്കൂൾ, ഹയർ സെക്കൻഡറിയിൽ 300 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 300 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം കൂടി കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് 60 സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ടയതാണ്. അത് പല ഗ്രൂപ്പുകൾക്കായിട്ട്, കോഴ്സുകൾക്കായിട്ട് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിനായിട്ട് വീതിച്ചു പോകും. പക്ഷേ ഇത്ര 20% ഉണ്ടായിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ട്രാൻസ്ഫർ ഇല്ല. ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്ന് ആരെങ്കിലും ട്രാൻസ്ഫർ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അതേ സമയത്ത് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിന്ന് അതേ സ്കൂളിലേക്ക്, ഇപ്പോൾ ഒരു സ്കൂളിൽ നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കൊമേഴ്സ് കിട്ടി, അപ്പോൾ പിന്നീട് സയൻസിൽ ഒഴിവ് വന്നാൽ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറാവുന്നതാണ്. കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് മാറാം, അത്രയേ ഉള്ളൂ. ഇനി കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജൂൺ 2 രാവിലെ സ്കൂളിൽ പ്രസിദ്ധീകരിക്കും. HSCAP-ലല്ല പ്രസിദ്ധീകരിക്കുക, സ്കൂളിലാണ് പ്രസിദ്ധീകരിക്കുക. കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് സ്കൂളിൽ പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റ് അവിടെ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഇപ്പോഴും അതുണ്ട്. സ്കൂളിലെ അതോറിറ്റികളുടെ അടുത്ത്, പ്രിൻസിപ്പാളിൻ്റെ കൈവശം ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിൽ റെഡിയായിട്ട് ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് എന്ത് പറഞ്ഞിരിക്കുന്നു? 2-ാം തീയതി മാത്രമേ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താവൂ, 2-ാം തീയതി മുതലേ പ്രവേശനം തുടങ്ങാവൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് 2-ാം തീയതി വരെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ തന്നെ ഈ ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പ്രിൻസിപ്പൽമാർ കുട്ടികളെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉറപ്പാണ്, നിങ്ങൾ 2-ാം തീയതി 11 മണിക്ക് വന്ന് ചേരണം, ഈ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സയൻസിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും, കൊമേഴ്സിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും, ഹ്യൂമാനിറ്റീസിനും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും. 3 സബ്ജക്റ്റ്, ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷൻ ഉണ്ടോ സ്കൂളിൽ, ആ സബ്ജക്റ്റ് കോമ്പിനേഷൻ ഒക്കെ കൊടുത്ത അപേക്ഷകരുടെ ക്രമത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ്? റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗ്രേഡ് കിട്ടിയ ഗ്രേഡുകളുടെയും ബോണസ് പോയിന്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് നിയമനം കിട്ടുക? ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, 100 പേരാണ് ഒരു സ്കൂളിലേക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിച്ചത് എന്ന് വിചാരിക്കുക. ആ 100 പേരുടെയും ലിസ്റ്റ് കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റിലിടും. എന്നാൽ ആ സ്കൂളിൽ യഥാർത്ഥത്തിൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, സയൻസിൽ 24 സീറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. 24 സീറ്റ് ഉണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി കോട്ടയിൽ 24 സീറ്റ് ഉണ്ടെങ്കിൽ 100 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ട് ആദ്യത്തെ 24 പേർക്ക് ഉറപ്പാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 100 പേരുടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 24 പേർക്ക് അവിടെ പ്രവേശനം ഉറപ്പാണെന്നർത്ഥം. അപ്പൊ പ്രിൻസിപ്പൾ എന്ത് ചെയ്യും? ആദ്യത്തെ 24 പേരെ ഫോണിലൂടെ വിളിക്കും. ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടാവും മിക്കവാറും, കാരണം സമയം കളയാനില്ല. 2, 3 ഉള്ളൂ തീയതി, 2-ാം തീയതിയും 3-ാം തീയതിയും മാത്രമേ തീയതിയുള്ളൂ. അതുകൊണ്ട് സമയം കളയാനില്ല. മിക്കവാറും ഞാൻ അറിയുന്ന പ്രിൻസിപ്പാൾമാരൊക്കെ തന്നെ കുട്ടികളെ വിളിച്ചു കഴിഞ്ഞു, ഉറപ്പുള്ളവരെ. അപ്പൊ 24 പേരെ വിളിച്ചു. അങ്ങനെ എന്നാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്? 2-ാം തീയതി 11 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2-ാം തീയതി ഈ 24 പേര് കിട്ടാത്തവരുണ്ടാവും, അല്ലെങ്കിൽ മെറിറ്റിൽ കിട്ടിയവരുണ്ടാവും, അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടാവും, മാനേജ്മെന്റിൽ കിട്ടിയവരുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അവരൊക്കെ ആ താൽക്കാലികമായിട്ട് എവിടെങ്കിലും പ്ലസ് പിന്നെ ഏകജാലകത്തിലും മെറിറ്റിൽ താൽക്കാലികം ചേർന്നവരുണ്ടാവും. അവരവിടെ പോയിട്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് 11 മണിയാവുമ്പോൾ, 2-ാം തീയതി 11 മണിയാവുമ്പോൾ, കാരണം ഇപ്പോൾ വിളിച്ചിരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള സീറ്റാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രിൻസിപ്പൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് അവിടെ പോകാം, അവിടെ നിങ്ങൾക്ക് ചേരാം.
അതിലൊരു സംശയമില്ല. താൽക്കാലികം ചേർന്നവരാണെങ്കിലും ചേരാം. അപ്പോൾ അതാണ് പറയുന്നത്. അങ്ങനെ 24 സീറ്റുകളിലേക്ക് 24 പേരെ വിളിച്ചു. ആദ്യത്തെ 24 പേരെ വിളിച്ചു. അങ്ങനെ 11 മണി കഴിഞ്ഞു, രണ്ടാം തീയതി 11 മണി കഴിഞ്ഞു, 12 മണിയായി, 12:30 ആകുമ്പോഴും ആ 24 പേരിൽ വന്നവർക്ക് പ്രവേശനം കൊടുത്തു. പക്ഷേ 10 പേര് വന്നില്ല. 24 പേരെ വിളിച്ചതിൽ 10 പേര് വന്നില്ല. അപ്പോ എന്ത് ചെയ്യും? വന്നില്ല എന്നുറപ്പായി. അപ്പോൾ പറഞ്ഞ സമയം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്നു? റാങ്ക് 25 മുതലുള്ള കുട്ടികളെ വിളിക്കും. 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 34 വരെയുള്ളവരെ വിളിക്കും. അടുത്ത 10 പേരെ റാങ്കിൽ നിന്ന് വിളിക്കും. ആ റാങ്കിൽ നിന്ന് വിളിച്ചിട്ട് വരാനുള്ള സമയം വേണ്ടേ? നിങ്ങൾ 3 മണിക്ക് വരാനായിരിക്കും പറയുക. അന്ന് തന്നെ 2-ാം തീയതി തന്നെ 3 മണിക്ക് വരാനായിരിക്കും പറയുക. അപ്പോൾ 2-ാം തീയതി 3 മണിയായപ്പോൾ ആ കുട്ടികൾ ഇവിടുന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പല സാഹചര്യത്തിൽ നിൽക്കുന്ന കുട്ടികളാണ്. ഇത് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുണ്ടാവും, ചിലയിടത്ത് താൽക്കാലികം ചേർന്നവരുണ്ടാവും, മാനേജ്മെന്റിൽ പറഞ്ഞു വെച്ചവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. മെറിറ്റിൽ അങ്ങനെ ഒക്കെ ഉണ്ടാവും. സ്പോർട്സ് കോട്ടയിൽ താൽക്കാലികം ചേർന്നു, അല്ല സ്പോർട്സ് കോട്ടയിൽ സ്ഥിര പ്രവേശനം അന്നുകൂടി സമയമുള്ളൂ. എന്ത് തന്നെയായാലും വന്നു. അപ്പോൾ വീണ്ടും 10 പേര് വരാൻ പറഞ്ഞതിൽ ആ 3 മണിയായപ്പോൾ 5 പേര് വന്നുള്ളൂ. 4 മണി വരെ അവരെ കാത്തിരുന്നു, 4:30 വരെ കാത്തിരുന്നു, അന്ന് കഴിഞ്ഞു. അപ്പോൾ 5 പേര് വീണ്ടും വന്നില്ല. ഈ രണ്ടാമത് വിളിച്ച 10-ൽ 5 പേര് വന്നില്ല. അപ്പോൾ പ്രിൻസിപ്പൽ എന്ത് ചെയ്യും? അടുത്ത 5 പേരെ, അതായത് 35, 36, 37, 38, 39 വരെയുള്ള റാങ്കിലുള്ളവരെ അടുത്ത 5 പേരെ പ്രിൻസിപ്പാൾ വീണ്ടും വിളിക്കുകയാണ്. ഉറപ്പുള്ളവരെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത്ര പേര് വരാൻ സാധ്യതയില്ല എന്നും പറഞ്ഞ് 15 പേരെ വിളിച്ചു വരുത്താൻ കഴിയില്ല. ഇപ്പോൾ 5 ഒഴിവ് ബാക്കിയുണ്ട്. ആ 5 ഒഴിവിലേക്ക് വീണ്ടും വിളിച്ചു. നാളെ രാവിലെ, അതായത് 3-ാം തീയതി രാവിലെ 10 മണിക്ക് വരാൻ പറയും. 3-ാം തീയതി രാവിലെ 10 മണിക്ക് വന്നപ്പോൾ വീണ്ടും 5 പേര് വന്നില്ല. 3 പേരെ വന്നുള്ളൂ. 3 പേരെ വന്നുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പാൾ എന്ത് ചെയ്യും? 2 ഒഴിവ് ബാക്കിയായി. വീണ്ടും 2 പേരെ വിളിക്കും. ആ റാങ്ക് ലിസ്റ്റിന്റെ ക്രമത്തിൽ ഇപ്പോൾ എവിടെത്തി? 24 പിന്നെ സീറ്റാ ഉള്ളത്. നമ്മൾ 41 പേരെ പ്രിൻസിപ്പൾ വിളിച്ചു കഴിഞ്ഞു. ഈ രീതിയിലാണ്. അപ്പോൾ 3-ാം തീയതി രാവിലെ കൊണ്ട് പ്രവേശനം ഏകദേശം അവസാനിപ്പിച്ചു. കിട്ടില്ല എന്ന്. അത് ഇതുപോലെ സയൻസിലും ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ഇതുപോലെ തന്നെ നടക്കും. ഒരേ സമയത്ത് ഇതെല്ലാം നടക്കും. അല്ല ആദ്യം സയൻസ് എടുത്തിട്ട് പിന്നെ കൊമേഴ്സോ പിന്നെ ഹ്യൂമാനിറ്റീസോ അല്ല. ഇതെല്ലാത്തിലും ഒരേ സമയത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പം റാങ്ക് ലിസ്റ്റിലുള്ള ക്രമത്തിനനുസരിച്ചാണ് നമ്മളെ പ്രവേശിപ്പിക്കുക. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ ഇത് അറിയണമെങ്കിൽ ഫോൺ വിളിക്കാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നേരത്തെ പോവുക, അന്വേഷിക്കുക. അതിനുശേഷം 2-ാം തീയതി ഒരിക്കൽ കൂടി പോയി എവിടെ വരെ എത്തി, വരാത്ത കുട്ടികളുണ്ടോ, എൻ്റെ കുട്ടിക്ക് കിട്ടുമോ? ഈ വരാത്ത കുട്ടികൾ ഉണ്ടാവുമ്പോഴാണ് റാങ്ക് പുറകിലുള്ളവർക്കും ഇത് കിട്ടുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പം ഈ രീതിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ എന്താണ്, നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. 2-ാം തീയതിയൊക്കെ പൂർണ്ണമായിട്ടും അവിടെ പോയി നിന്നാലും കുഴപ്പമില്ല. രക്ഷിതാക്കൾ അവിടെ പോയി നിന്ന് വിവരം അന്വേഷിച്ച് ഇത്രയാൾക്ക് കിട്ടും, അടുത്തയാൾക്ക് കിട്ടും. ഇതിലൊരു ക്രമക്കേട് നടത്താൻ കഴിയില്ല. കാരണം താഴെയുള്ള റാങ്കുകാരനായിട്ട് പരാതിപ്പെട്ടാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വരാത്തവരുടെ ഗ്യാപ്പിലേക്ക് മാത്രമേ ഇത് ഒഴിവുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കിട്ടാൻ ആഗ്രഹമുള്ള കുട്ടികൾ, കമ്മ്യൂണിറ്റി പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾ, ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒന്ന് നേരത്തെ പോയിട്ട് ആദ്യം അന്വേഷിക്കുക. അതിനുശേഷം നിങ്ങൾ 2-ാം തീയതിയോ ഒന്ന് പോയി നോക്കുക. നമുക്കറിയാം ഏകജാലക മെറിറ്റിൽ 3-ാം തീയതി 5 മണി വരെ സമയമുണ്ട്. ഏകജാലകത്തിന്റെ മെറിറ്റിൽ സ്ഥിരം പ്രവേശനം നേടാൻ 3-ാം തീയതി 5 മണി വരെ സമയമുണ്ട്. അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ എന്താണെന്നൊരു തീരുമാനം ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് മാറാം. അതായത് സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്കോ കൊമേഴ്സിൽ നിന്ന് അങ്ങോട്ടോ മാറാവുന്നതാണ്. കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാനേജ്മെന്റിലേക്ക് നമുക്ക് വാങ്ങാം. സ്ഥിരം പ്രവേശനം നേടിയാൽ പോലും മെറിറ്റിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് പോകാം. നമ്മൾ മെറിറ്റിൽ പ്രവേശനം നേടി എങ്കിൽ പോലും നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. മെറിറ്റിൽ നിന്ന് മാനേജ്മെന്റിലേക്ക് പോകാം. പക്ഷെ പോകാൻ പറ്റാത്ത എന്താ? വേറെ ഏത് കോട്ടയിൽ നമ്മൾ ചേർന്നാലും അവിടെ നിന്ന് നമുക്ക് മെറിറ്റിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കോട്ടയിൽ നമ്മൾ പ്രവേശനം നേടിയാൽ നമുക്ക് യാതൊരു കാരണവശാലും മെറിറ്റ് കോട്ടയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് എല്ലാവരും തിരിച്ചറിയുക.
അപ്പോൾ ഇത് സെയിം സ്കൂള് വേണമെങ്കിൽ നമുക്ക് ഒരേ സ്കൂളാണെങ്കിൽ മെറിറ്റ് കോട്ടയിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് മെറിറ്റിൽ പ്രവേശനം നേടിയാൽ പോലും അത് ക്യാൻസൽ ചെയ്തിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കോ മാനേജ്മെന്റ് കോട്ടയിലേക്കോ മാറാവുന്നതാണ്. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്യാൻസൽ മെറിറ്റ് അഡ്മിഷൻ ടു ജോയിൻ കമ്മ്യൂണിറ്റി ഓർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്താലും ശരി, ഒരു മെറിറ്റ് കോട്ടയിലേക്ക് തിരിച്ച് കമ്മ്യൂണിറ്റിയിൽ നിന്നോ മാനേജ്മെന്റിൽ നിന്നോ മറ്റേതെങ്കിലും കോട്ടയിൽ നിന്നോ മെറിറ്റ് കോട്ടയിലേക്ക് പോകാൻ കഴിയില്ല. ഇപ്പുറത്ത് സ്ഥിരപ്രവേശനം നേടി, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റി കോട്ടയിൽ നമ്മൾ സ്ഥിരപ്രവേശനം നേടി, പിന്നെ ആലോചിച്ച് അത് വേണ്ടായിരുന്നെന്ന്, തിരിച്ച് നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല, മെറിറ്റ് കോട്ടയിലേക്ക് പോകാൻ കഴിയില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം പ്രവേശനം നേടാൻ വേണ്ടിയിട്ട് എന്ന കാര്യം മറക്കരുത്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇനിയും കിട്ടാത്ത കുട്ടികളൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വളരെയധികം കിട്ടും. ഇന്നത്തെ വാർത്തയനുസരിച്ച് കൂടുതൽ സീറ്റുകൾ അനുവദിക്കാൻ ഗവൺമെൻറ് തീരുമാനം വരുന്നുണ്ട്. അപ്പോൾ തീർത്തും കിട്ടും. എന്നോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സാധ്യത ഏത് അലോട്ട്മെൻറ്റിലാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടും. ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എല്ലാവർക്കും തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നന്ദി, നമസ്കാരം.